സെപ്റ്റംബർ 8. 2000-ലേറെ വർഷങ്ങൾ പഴക്കവും പാരമ്പര്യമുള്ള കത്തോലിക്ക സഭയിൽ അതാത് കാലത്തെ ചട്ടവട്ടങ്ങൾക്കനുസരിച്ച് അനവധി പേരെ വിശുദ്ധരായിട്ട് സഭ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെട്ട ഈ വലിയ സമൂഹത്തിൽ മഹാപണ്ഡിതന്മാരുണ്ട്, മണ്ടന്മാരാണെന്ന് കാണപ്പെട്ടിരുന്ന ധന്യരായ ആത്മാക്കളുണ്ട്, മഹാതാപസന്മാരുണ്ട്, ജീവിതത്തെ തികഞ്ഞ ലാളിത്യത്തോടുകൂടി നോക്കിക്കണ്ടവരുണ്ട്, ജനകീയമായ രീതിയിൽ വിശുദ്ധാത്മാക്കളായി തീർന്നവരുണ്ട്, തത്വജ്ഞാനികളുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട് എന്ന് വേണ്ട എല്ലാ ജനവിഭാഗങ്ങളിൽ നിന്നും വിശുദ്ധരുടെ ഈ കൂട്ടത്തിൽ നമുക്ക് ആളുകളെ കണ്ടെത്താം. കള്ളന്മാർക്കും ഇവരുടെ ഇടയിലും വിശുദ്ധരുണ്ട്. അവനെ നല്ല കള്ളൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. എല്ലാ തലങ്ങളിലുമുള്ള ആളുകള് വിശുദ്ധരുടെ ഗണത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. എന്നാൽ ഇത്രയും ബൃഹത്തായ ഈ വിശുദ്ധരുടെ ഗണ സമൂഹത്തിൽ നിന്ന് ഒരൊറ്റ സ്ത്രീയെ മാത്രമേ, ആ സ്ത്രീയുടെ ജനനം മാത്രമേ സഭ ഒരു തിരുനാളായിട്ട് ആഘോഷിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളൂ. ആ സ്ത്രീയാണ് നമ്മുടെ അമ്മ പരിശുദ്ധ കന്യാമറിയം. മറ്റൊരു വ്യക്തികളുടെയും തിരുനാള്, ജനനം തിരുനാളായിട്ട് സഭ ആഘോഷിക്കുന്നില്ല. ജനനം ഒരു തിരുനാളായിട്ട് സഭ ആഘോഷിക്കാൻ ഇടവരാതിരുന്നതിന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത സഭയിൽ ഉണ്ടാകുന്നതിന് തക്കതായ കാരണമുണ്ട്. സഭയുടെ പഠനമനുസരിച്ച് എല്ലാ വ്യക്തികളും ജനിച്ചു വീഴുന്നത് ഉത്ഭവഭാവത്തോടു കൂടിയാണ്. അതുകൊണ്ട് പാപികളുടെ തിരുനാള്, ജനനം ആഘോഷിക്കുക ഉചിതമല്ല. ഇതിൽ നിന്ന് ഒരു വിവാദം, ഒരു എക്സെപ്ഷൻ എന്ന നിലയിൽ ഉള്ള ഏക വനിതാ വ്യക്തിയാണ്, സ്ത്രീയാണ് പരിശുദ്ധ കന്യാമറിയം. സഭയുടെ വിശ്വാസ സത്യത്തിന്റെ ഒരു ഭാഗമാണത്. മറിയം അമലോത്ഭവയാണ്, ഉത്ഭവഭാവമില്ലാതെ ജനിച്ചവളാണ് എന്നുള്ളത് കത്തോലിക്ക വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണത്. അതുകൊണ്ടും കൂടിയാകണം ഈ അമ്മയുടെ തിരുനാള്, ഈ അമ്മയുടെ ജനനം ഒരു തിരുനാളായിട്ട് ആഘോഷിക്കാൻ സഭ ശ്രമിക്കുന്നത്. രണ്ടു തരത്തിലുള്ള ജനന തിരുനാളുകളുടെ ആഘോഷങ്ങൾ സമൂഹത്തിൽ നമുക്ക് കാണാം. ഒന്ന്, ആരുടെ ജനനമാണോ ആഘോഷിക്കുന്ന തിരുനാളായിട്ട് അവർ തന്നെ ശ്രദ്ധിച്ച്, അവർ തന്നെ താല്പര്യം കാണിച്ച്, അതിന്റെ സാമ്പത്തിക ഭാരമൊക്കെ അവർ തന്നെ നിർവഹിച്ച് വലിയ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നതായിട്ട് നമ്മുടെ സമൂഹത്തിൽ കാണാം. അവരുടെ പേരിന്, അവരുടെ സ്ഥാനത്തിന്, അവരുടെ മഹിമയ്ക്കൊക്കെ സുവൽ ചാർത്തുന്ന രീതിയിൽ ഉള്ള ചില ചിന്തകളൊക്കെ ഈ ആഘോഷ പരിപാടികളിൽ നാം സർവ്വസാധാരണയായിട്ട് കാണുന്നുണ്ട്. മറ്റൊരു തരം ജനന തിരുനാൾ ആഘോഷം സമൂഹത്തിൽ കാണുന്നു. ജനിച്ച വ്യക്തിയല്ല അതിൽ മുൻകൈ എടുക്കുന്നത്. ജനനത്തിന്റെ തിരുനാളായിട്ട് ആഘോഷിക്കാൻ സമൂഹമാണ് മുൻകൈയെടുക്കുന്നത്. കാരണം ആ വ്യക്തി എല്ലാ തരത്തിലും സമൂഹത്തിന്റെ ഉപരി നന്മയ്ക്ക് വേണ്ടി പരിശ്രമിച്ചു എന്നുള്ള ബോധ്യം സമൂഹത്തിന് ഉണ്ടാകുമ്പോഴാണ് ആ വ്യക്തിയുടെ ജനനം ഒരു തിരുനാളായിട്ട് ആഘോഷിക്കാൻ സമൂഹം മുന്നോട്ട് വരിക. അപരന്റെ വളർച്ചയ്ക്ക് വേണ്ടി, അപരന്റെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി നിസ്വാർത്ഥമായി പരിശ്രമിക്കുന്നു എന്ന ബോധ്യമുള്ള വ്യക്തികളുടെ ജനനം തിരുനാളായിട്ട് ആഘോഷിക്കാൻ സമൂഹം മുന്നോട്ട് വരാറുണ്ട്. ഈ രണ്ടാമത്തെ തലത്തിലുള്ള ഒരു തിരുനാൾ ആഘോഷമായിട്ട് വേണം നമ്മുടെ അമ്മയുടെ തിരുനാള്, ജനനം ഒരു തിരുനാൾ എന്ന രീതിയിൽ നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ചിന്ത. കാരണം നമ്മുടെ അമ്മ യഥാർത്ഥത്തിൽ അവരന്റെ സന്തോഷവും അവരന്റെ വളർച്ചയും അവരന്റെ ഉയർച്ചയും കാക്ഷിച്ച് ജീവിച്ച ധന്യയായ ഒരു വനിതയാണ് എന്ന് നമുക്ക് ലഭ്യമായ ചരിത്രരേഖകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഇളയമ്മയായ എലിസബത്തിനെ സന്ദർശിക്കാൻ പോയ അവസരത്തിലായാലും ശരി, കാനായിലെ കല്യാണ വിരുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന അമ്മയായാലും ശരി, കുരിശു ചുമന്നുകൊണ്ട് നടക്കുന്ന ഏകപുത്രന്റെ അരികിലെത്തുന്ന അമ്മയായാലും ശരി, ഗാഗുൽത്താമലയിൽ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന അമ്മയായാലും ശരി, മരണം കഴിഞ്ഞതിന് ശേഷം ശിഷ്യന്മാരുടെ പ്രവർത്തനത്തിന്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് യേശുവിന്റെ ശിഷ്യന്മാരുടെ ഗണത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് നടക്കുന്ന ഉത്തമയായിട്ടുള്ള വനിതാ രത്നമായാലും ശരി, ഏത് തരത്തിൽ ചിന്തിച്ചാലും ലഭ്യമായിട്ടുള്ള എല്ലാ വിവരണങ്ങളിൽ നിന്നും പരിശോധിച്ചു നോക്കിയാൽ അവരന്റെ നന്മ ആത്യന്തികമായിട്ട് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും അതിനുവേണ്ടി ത്യാഗം വരിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീയെ ആണ് നമ്മുടെ അമ്മയിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഈ അവസരത്തിൽ നമ്മുടെ അമ്മ ഒരു പുണ്യവതി മാത്രം എന്ന രീതിയിൽ കാണാനല്ല എനിക്ക് തോന്നുന്നത്. എന്റെ ചിന്തകൾ ആ തരത്തിൽ മാത്രമല്ല പോകുന്നത്.
ഒരു പുണ്യവതിയാണ്. ഒരു പുണ്യവതി എന്നതിനേക്കാൾ ഉപരി വിവേകമുള്ള ഒരു അമ്മ, കുലീനത്വമുള്ള ഒരു കുടുംബിനി, വകതിരിവുള്ള ഒരു സ്ത്രീരത്നം, യഥാർത്ഥത്തില് സമൂഹത്തിൽ ഒരു സ്ഥാനം ഉറപ്പിക്കപ്പെട്ടിട്ടുള്ള ആധികാരികമായ വ്യക്തിത്വത്തിന്റെ ഉടമയായിട്ടുള്ള ഒരു സ്ത്രീരത്നം. ഇത് വെറുതെ പറയണതല്ല. സുവിശേഷങ്ങളിൽ നമ്മളൊന്ന് പരിധി നോക്കുമ്പോ ഈ വസ്തുത വളരെ തെളിഞ്ഞു വരുന്നതായിട്ട് കാണാം. സുവിശേഷത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നില്ല. ഇന്നത്തെ സുവിശേഷത്തിലെ ഒരു വാക്യം ഇത്തരണത്തിൽ എന്നെ വളരെ സ്പർശിച്ചു. അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. വളരെ യാഥാസ്ഥികമായിട്ടുള്ളൊരു സമൂഹമായിരുന്നു പണ്ട് ഈ വനിത, ഈ അമ്മ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലും. സമൂഹത്തിൽ പൊതുവെ സ്ത്രീകൾക്ക് സ്ഥാനമില്ല. പുരുഷന്മാരുടെ നിഴലിലെ ജീവിക്കുന്ന സ്ത്രീകള് എണ്ണപ്പെടില്ല. മുഖ്യധാരയിലെ അവർ ഒരിക്കലും എത്തിപ്പെടാറില്ല. അവരെ എല്ലാ തരത്തിലും അവഗണിക്കുന്ന ഒരു സമൂഹം, പുരുഷ മേധാവിത്വത്തിന്റെ ഉത്തമ ഉദാഹരണമായിട്ടുള്ള ഒരു സമൂഹം. അതിന് യാഥാസ്ഥിക ചിന്ത എന്ന് വേണമെങ്കിൽ വിളിക്കാമെന്ന് വരികിൽ ഇന്നത്തെ സ്ഥിതിയിൽ അല്പം വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും തീരെ വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞുകൂടാ. എന്നാൽ അങ്ങനെയുള്ള ഒരു സമൂഹം, ആ സമൂഹത്തിലും അതിൽ തന്നെ കൂടുതൽ യാഥാസ്ഥിക ചിന്തയുള്ള യഹൂദ സമൂഹത്തിന് വേണ്ടി ഒരു യഹൂദൻ എഴുതിയിരിക്കുന്ന സുവിശേഷമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഇന്ന് നാം വായിച്ചു കേട്ടത്. സ്ത്രീകൾക്ക് സ്ഥാനമില്ല, സ്ത്രീകളുടെ പേര് പറയില്ല. ആ സമൂഹത്തിന്റെ രീതി യേശുവിന്റെ കാലത്ത് പോലും അങ്ങനെയായിരുന്നു. പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാം, യേശു അത്ഭുതകരമായിട്ട് അപ്പം വർദ്ധിപ്പിച്ച് യേശുവിനെ ശ്രവിക്കാൻ വേണ്ടി വന്ന വ്യക്തികൾക്ക് ആ അപ്പം തിന്ന് തൃപ്തരായ വ്യക്തികളുടെ എണ്ണം പറയുന്ന അവസരത്തില് സുവിശേഷകൻ പറയുന്നത് 5000-ഓളം പുരുഷന്മാരുണ്ടായിരുന്നു. സ്ത്രീകള് അതിൽ പെട്ടിട്ടില്ല, കുട്ടികള് അതിൽ പെട്ടിട്ടില്ല. എണ്ണം വരുമ്പോ പുരുഷന്മാരുടെ എണ്ണം മാത്രമേ ഉള്ളൂ. സുവിശേഷത്തിൽ അത് കാണാം, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാം. എണ്ണം എടുക്കുന്ന അവസരത്തില് സ്ത്രീകൾ തടയപ്പെടുന്നതായിട്ട് കാണാം. എന്ന് വെച്ചാൽ ആ സമൂഹത്തില് നിലനിന്നിരുന്ന ഒരു ചിന്താരീതിയുടെ പ്രതിഫലനമാണ് അവിടെയും സുവിശേഷത്തിൽ നമ്മൾ കാണുക. ഇങ്ങനെയൊക്കെയാണ് എന്ന് വരികിലും ഇന്നത്തെ സുവിശേഷത്തില് മത്തായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് മറിയത്തിന്റെ ഭർത്താവായ യൗസേപ്പ്. അന്നത്തെ സമൂഹത്തിന്റെ മുമ്പിൽ യൗസേപ്പിന്റെ ഭാര്യയായ മറിയം എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. പക്ഷേ മത്തായി സുവിശേഷത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് മറിയത്തിന്റെ ഭർത്താവായ യൗസേപ്പ്. മറിയത്തിന്റെ പേരിലാണ് ഔസേപ്പ് അറിയപ്പെടുന്നത്, ഔസേപ്പിന്റെ പേരിലല്ല മറിയം അറിയപ്പെടുന്നത്. അതും വംശാവലിയുടെ അവതരണ വേളയിൽ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ഒരു ചിന്ത സമൂഹത്തിന് കൊടുക്കാൻ വേണ്ടി, യഹൂദ സമൂഹത്തിന് കൊടുക്കാൻ വേണ്ടി യഹൂദനായിട്ടുള്ള മത്തായി എഴുതി വച്ചിരിക്കുകയാണ്. മറിയത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഭർത്താവിന്റെ പേരിൽ അറിയപ്പെടുന്ന ഭാര്യയല്ല അവിടെ കാണുന്നത്. ആ സമൂഹത്തിന് ഇത് ദഹിക്കാൻ വളരെ വിഷമം. എങ്കിലും സത്യമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം സുവിശേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടതാണ് മറിയത്തിന്റെ ഭർത്താവായ യൗസേപ്പ്. അപ്പോ ആ മറിയത്തിന് ആ സമൂഹം കൊടുത്തിരുന്ന ഇത്രയും യാഥാസ്ഥികമായ ചിന്ത നിലനിരുന്ന ആ സമൂഹത്തിന് പോലും ആ മറിയത്തിന് സമൂഹത്തിന്റെ ഇടയിലുണ്ടായിരുന്ന സ്ഥാനം എത്രയോ വിശിഷ്ടമായിരുന്നു, എത്രയോ അത് സ്ഥിരപ്രതിഷ്ഠ നേടിയതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഇതിനേക്കാൾ വലിയ ഒരു ഉദാഹരണം ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നാട്ടിലെ അറിയപ്പെടുന്ന ഒരു വ്യക്തി, നാടിന്റെ ഹൃദയസ്പന്ദനങ്ങൾ മനസ്സിലാക്കുന്ന ഒരു അമ്മ, യഥാർത്ഥത്തില് ജനങ്ങളുടെ ഇടയിൽ ആധികാരികമായിട്ട് സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം അന്നും മറിയം. അതുകൊണ്ടായിരിക്കണം മറിയത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഭർത്താവായിട്ട് വരുന്നത്. യൗസേപ്പ് നമുക്കറിയാം, ഒരു പെൺകോന്തനായിട്ട് യൗസേപ്പിനെ ചിത്രീകരിക്കപ്പെട്ടിട്ടില്ല. യൗസേപ്പിനെ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത് നീതിമാനായിട്ടാണ്. നീതിയുള്ള ഒരു മനുഷ്യനായിട്ടുള്ള, നീതിമാനായിട്ടുള്ള യൗസേപ്പിനെ പോലും അറിയപ്പെടുന്നത് ഭാര്യയായ മറിയത്തിന്റെ ഭർത്താവ് എന്ന രീതിയിലാണ്. ഇതാണ് നമ്മുടെ അമ്മ, ഇതാണ് ഈ അമ്മയുടെ വ്യക്തിത്വം, ഇതാണ് അമ്മയുടെ കുലീനത്വം, ഇതാണ് അമ്മയുടെ വകതിരിവ്. ഈ അമ്മയുടെ തിരുനാളാണ് മക്കളായി നമ്മൾ ആഘോഷിക്കുമ്പോ ഈ അമ്മയുടെ വ്യക്തിത്വമാണ് നമ്മൾ സംശീകരിച്ചെടുക്കേണ്ടത്. ശ്രദ്ധിക്കാം, ശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിലെ എല്ലാവർക്കും തിരുനാളിന്റെ മംഗളം നേർന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.